പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് സുഖമായിട്ട് പറയുന്നു ഒരു കാര്യമുണ്ട്. അല്ല, പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ എളുപ്പമാണോ? അല്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനും പറ്റൂല. ഞാൻ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. അല്ല, അങ്ങനെ പറയുന്നതിനോടൊക്കെ ഒരു എൻ്റെ വീട്ടിൽ പട്ടി പ്രസവിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ സീരിയസ് ആയിട്ട് പറയും, എനിക്ക് 10-13 ഡോഗ്സ് ഉണ്ട്. എൻ്റെ വീട്ടിലെ പട്ടീൻ്റെ പ്രസവം ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ ആ പ്രസവം കണ്ടിട്ടുണ്ട്. അത് തന്നെ സഹിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. അതന്നെ നമ്മൾ ചില സമയത്ത് ഇവർ കിടന്ന് കിതയ്ക്കുമ്പോൾ നമ്മളവർക്ക് തലോടി കൊടുത്ത് ഒഴിഞ്ഞു കൊടുത്ത് കൈയിട്ട് പുറത്തേക്ക് അതിനെടുത്ത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടേ നമുക്കറിയാം. പിന്നെ ഒരു ആലോചിച്ചറിഞ്ഞൂടെ. ഇത് സ്വമേധയാ ഒരു റീച്ചിന് വേണ്ടി സംസാരിക്കുന്നതാണ്? അല്ലല്ല, അയാളെ കയ്യിൽ നിന്ന് പോയതാണ്. പണ്ട് മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, 6 നമ്പറിൽ വാവിട്ട വാക്ക് വൈകിട്ടായത്. അതേപോലെ കയ്യിൽ നിന്ന് പോയി പിന്നെ അയി കിടന്ന് മെഴുകണം. ഇനി ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അയാളെ രാഷ്ട്രീയ സാഹചര്യം മെഴുകാൻ കറക്റ്റാണ്. ഈ മാരാറ് മറ്റേ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, മൂന്നാമത് തന്നെ ഇരിക്കും, പക്ഷെ വോട്ട് ഷെയർ കൂടും. അത് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ ബെനിഫിറ്റ് ചെയ്യും. അയാളെ ബുദ്ധി പറഞ്ഞാൽ ആലോചിക്കും, സാബ് കഴിഞ്ഞാൽ പിന്നെ 2020 പൈസ വേറെ ആരുമില്ല. അല്ല, എല്ലാവരും സംസാരിക്കുന്നത് അഖിൽമാരെ കുറിച്ചിട്ടായിരുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും.